ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. ഇന്നത്തെ എന്റെ ഡെയിലി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. 24, അതായത് ഇന്നലെ അനിയന്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ ഇവിടെ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കിങ് ആണ് കേട്ടോ നമ്മുടെ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വണ്ടി കൊണ്ടുവന്നോണ്ട് തന്നെ അതിന്റെ സൈഡ് ഫ്ലോപ്പ് ആയി പോയി ഗായ്സ്. ഡാൻസിങ് ആൽമണ്ട് ആയിരുന്നേ നമ്മുടെ കേക്കിന്റെ ഫ്ലേവർ. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് മീനാക്ഷി നമ്മുടെ ശിവക്കുട്ടിയൊക്കെ ഉണ്ടായിരുന്നേ. മീനാക്ഷി നമ്മുടെ വീട്ടിൽ 2-3 ദിവസം വന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ അനിയൻ, 2 അനിമാർ ഇവിടെ ഇരിപ്പുണ്ടേ. മൂത്തവനായ രോഹിത്തിന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇപ്പൊ ഇന്ന് ഇവനാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ്. അപ്പൊ നമ്മുടെ അടുത്തതായിട്ടുള്ള ചടങ്ങ് കേക്ക് മുറിയാണ് കേട്ടോ. അപ്പൊ കേക്ക് മുറിക്കാൻ കൂടെ അതിഥിയായിട്ട് നമ്മുടെ കുഞ്ഞുമണി എത്തിയിട്ടുണ്ട്. കുഞ്ഞുമണി അമ്മയും അനിയനും കൂടെ ചേർന്നാണ് കേട്ടോ കേക്ക് മുറിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. കേക്ക് മുറിക്കുന്നതല്ല, മുറിച്ച കേക്ക് കഴിക്കുന്നത്. ഞാൻ കേക്കിന്റെയും മിഠായിയുടെ ഒക്കെ ആളെന്ന് നിങ്ങൾക്ക് അറിയാലോ ഗായ്സ്. എന്റെ ഡെയിലി വ്ലോഗ് കാണുന്നവർക്ക് അറിയാം. പിന്നെ എന്റെ കുഞ്ഞുമണിക്ക് കൊടുക്കല്, കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കല്, ഇതൊക്കെ തന്നെയായിരുന്നല്ലോ പരിപാടി. 14 വയസ്സേ ഉള്ളൂ ഗായ്സ്. എന്നെ കല്ല് നീളമുണ്ടവനെ, എന്നെ കല്ലുമല്ല അമ്മയെ കല്ല് നീളമുണ്ടവനെ. കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്നറിയില്ല, നമുക്ക് ഞം പഠിക്കല്, അതായത് പിറന്നാൾ സദ്യ. ഒരുപാട് വലിയ സദ്യയൊന്നും അല്ല ഗായ്സ്. പിന്നെ ബർത്ത്ഡേ ആയാൽ നമ്മൾ വാഴയിലേരിലിരുന്ന് ഉണ്ടണം. അതാണല്ലോ അതിന്റെ ഒരു തനിമ. എന്റെ കുഞ്ഞുമണി എന്റെ കൂടെ. അപ്പൊ പരിപ്പ്, പപ്പടം, ചിക്കൻ കറി, ഇതൊക്കെയായിരുന്നേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ. അങ്ങനെ ബർത്ത്ഡേ ബോയിനെ, കുഞ്ഞു പിള്ളേരെ നമ്മൾ ആദ്യത്തെ റൗണ്ടിൽ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ എനിക്കുള്ള ചോറ് പതിപോലെ തന്നെ ഞാൻ പാത്രത്തിലേക്കാണ് കേട്ടോ ഇന്ന് എടുത്തേക്കുന്നത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ലോഗ് ഇതൊക്കെയായിരുന്നേ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആയിരുന്നു, കുഞ്ഞി ഒരു ബർത്ത്ഡേ വ്ലോഗ് ആയിരുന്നേ. അപ്പോൾ ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോ ഇട്ട് വരാൻ.